So welcome to Felina's vlog. So അങ്ങനെ നമ്മൾ ഹ്യൂസ്റ്റണിൽ എത്തിയിരിക്കുന്നു ഗൈസ് ആൻഡ് എന്താണ് and this is my brother and we have his wife, I mean upcoming wife. നമ്മളിപ്പം ഒരു കുമ്പസാരത്തിന് പോയിട്ട് വരികയാണ്. നമ്മളല്ല, she went for a കുമ്പസാരം and now we are going back to my uncle's house. So ഇന്ന് രാത്രി we are gonna have fun. We have a barbecue party at his place. And like നമ്മളെ cousins ഒക്കെ ഉണ്ട് അവിടെ. Papa's one of the best friend, Manoj uncle, Michelle auntie, അവരൊക്കെ നല്ല chill vibe peoples ആണ് and they are also there. So നമ്മളിങ്ങനെ ഫെബിന്റെ വണ്ടിയിൽ ഫെബിൻ ഇങ്ങനെ ഓടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. I seriously don't know what vlog is this, പക്ഷേ I will be like including everything. Maybe like ഇന്നിപ്പം നമ്മള് ബാർബിക്യൂ നൈറ്റ് ആൻഡ് നാളെ വേറൊരു കസിന്റെ വീട്ടിൽ പോകും. I don't know എന്തൊക്കെ ഈ ഒരു 1 week before the marriage ചെയ്യണോ അതെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യണായിരിക്കും. It will be like maybe എന്താ പറയാ ബിഫോർ മാരേജ് വീഡിയോയോ എന്ത് വീഡിയോ ആണോ എന്തോ സം വീഡിയോ. So hi Farah. Hi guys, welcome to Felina's page vlog. Sorry, Felina's vlogging page. എല്ലാരും ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. So guys, ഇനി വീഡിയോസ് കാണാട്ടോ ബാക്കി വീട്ടിലെത്തിയിട്ട്. ബൈ. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. ഇതാണ് വീട് ആൻഡ് സീ എല്ലാവരും വന്നിട്ടുണ്ട്. സോ മെനി വണ്ടീസ് ആൻഡ് നല്ലൊരു കമ്മ്യൂണിറ്റി ഗൈസ്. ഇവിടെ സമയം ഇപ്പോൾ 8:30 Can you believe this? 8:25 PM. നമ്മളുടെ നാട്ടിൽ ഈ സമയത്ത് കണ്ണുപോലും കാണാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇറ്റ്സ് നൈറ്റ് 8:30. സോ ഗൈസ്, ആക്ച്വലി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും തന്നെ ഇവിടെ പിള്ളേർക്കൊക്കെ നാളെ സ്കൂളുണ്ട്. സോ നമ്മളുടെ നാട്ടിലെ പോലെ ഇവിടെ ആരും കുത്തിപ്പിടിച്ചിരിക്കാറൊന്നുമില്ല. സോ ആക്ച്വലി എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങി. ബാർബിക്യൂ നൈറ്റൊക്കെ പണ്ടേ കഴിഞ്ഞു. സോ ആക്ച്വലി വി വർ ലേറ്റ്. അപ്പം ഞാനിങ്ങനെ I have one of my cousin sister with me. Say what's your name? Zara. Be louder. Zara. She is very serious, you know. Yeah, so we are playing. What are we playing? Jingo. വേറൊരാളും എഴുന്നള്ളിയിട്ടുണ്ട്. So for dinner we had barbecue chicken, sausages, shrimps, beef, corn, potatoes, and നമ്മളതൊക്കെ കഴിച്ചു. And then we were very tired, so നമ്മൾ ഉറങ്ങി. And അങ്ങനെ that day got over. Guys, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് നോക്ക്. Let's open. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഫെബിൻ എനിക്ക് ഈ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മളെ ഐഫോൺ ഗിഫ്റ്റായിട്ട് തന്നത്. ഭയങ്കര നെട്ടലായിപ്പോയി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാനൊരു സംഭവമായിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് നെട്ടലൊക്കെ ആയിരുന്നു. പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ചിൽ. അങ്ങനെ സാധനമൊക്കെ തുറന്ന് നോക്കി. പിന്നെ അലോനയും ഞാനും കൂടി ഇരുന്ന് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഓരോന്നൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ കുറേ നേരം എന്തെങ്കിലും സമയമൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫെബിനെ താലി കെട്ടാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ പപ്പയും സണ്ണിച്ചായനും കൂടിയും ഫെബിനെ താലി കെട്ടാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാനും അലോനയും മമ്മിയൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അവൻ താലി കെട്ടാൻ. അങ്ങനെ അവൻ താലി കെട്ടാനും പഠിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അലോനയുടെ വീട്ടിൽ ഡിന്നറിന് വന്നേക്കാം. സോ നമ്മളിവിടെ എത്തി വീട്ടിൽ. സോ ലെറ്റ്സ് സീ. സോ ഞങ്ങളൊരു 7 ആയപ്പോഴത്തേക്കാണ് അലോനയുടെ വീട്ടിലെത്തിയത്. പിന്നെ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ 8:30 ഇവിടുത്തെ സൺസെറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ രാത്രി ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഡിസേർട്ടൊക്കെ കഴിച്ചു. എനിക്ക് ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. കാരണം ഫുൾ ഓട്ടമൊക്കെ ആയതുകൊണ്ട്. സോ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അവിടെ നിന്നും പോയി. Say hi. Hi.
സോ നമ്മളിപ്പോൾ വി കെയിം ടു ടാർഗറ്റ്. ടെൽ അബൌട്ട് ദ ഷോപ്പ്. It's nice. Lots of earrings missing. സോ ഇത് നമ്മളുടെ നാട്ടില് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ലുലു പോലെ അല്ലേ? Yeah, the hypermarket. Yeah. So Johan wanted me to take a vlog. So എന്താ പറയുക, പിള്ളേരൊരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ അല്ലേ? സോ ഞാൻ, ആശ ചേച്ചി, റിയാന, യോഹാൻ, ഫെബിന ചേച്ചൻ, നമ്മൾ 5 പേരാണ് വന്നത്. പക്ഷെ ഇവന്നെ അവരെ ആരെയും വ്ളോഗിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് ഹീ ജസ്റ്റ് വോണ്ട്സ് ടു ബി ദ സ്റ്റാർ ഓഫ് ദ ഷോ, നോ വൺ എൽസ്. അപ്പോൾ എന്താണ്, വി ആർ ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട്. ആൻഡ് വാട്ട് എൽസ്, നാളെയാണ് ഫെബിൻ്റെ കല്യാണം. I don't know, I'm tensed for that. Are you excited for Febina Chichen's wedding? ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്, ഞങ്ങൾ പേരാണ് അല്ലേ? സോ ഗൈസ്, ഇതാണ് റിയാന, യോഹാൻ്റെ ചേച്ചി. മദറിനെ കാണാനില്ല. അയ്യോ, സുന്ദരിയായ അമ്മ, സന്തൂർ മമ്മി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ടാർഗറ്റിൽ കറങ്ങി തിരിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റാർബക്സ് ഉണ്ടായി. അവിടെ കയറി 2 ചോക്ലേറ്റ് പോപ്സും കുറച്ച് റിഫ്രഷേഴ്സൊക്കെ മേടിച്ചു. ചോക്ലേറ്റ് പോപ്സ് വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ട്രൈ ചെയ്യണത്. ആൻഡ് ദ ഡ്രിങ്ക്സ് വെർ ഓൾസോ ലൈക്ക് ഭയങ്കര നല്ലൊന്നും അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. യോഹാനെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അവിടെ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാൻഡ എക്സ്പ്രസ്സിൽ പോയി ലഞ്ച് കഴിക്കാനായിട്ട്. അവിടെ പോയി നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ചൗമീൻ കോംബോസ് മേടിച്ചു. ആൻഡ് നമ്മളെല്ലാവരും അത് കഴിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് അവരെന്നെ തിരിച്ച് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പം നമ്മൾ തിരിച്ച് വന്നു. ആൻഡ് ജോആനും ബിനോയ് ചാച്ചനൊക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ദി നെയിൽസ് ഫോർ ടുമോറോ. ഹായ് ഗായ്സ്, സോ നമ്മൾ നെയിൽസ് ചെയ്യാൻ വന്നേക്കാണ്. ജോആനൊക്കെ ഓൾറെഡി ചെയ്തു ഷാർലറ്റിന് തന്നെ. സോ ഐ കെയിം ടു ദിസ് spa called LV Nails and Spa. So let's get inside. സോ എനിക്ക് ആദ്യമേ തന്നെ അവർ പെഡിക്യൂർ ചെയ്തു. അതിന് ശേഷം മാനിക്യൂറൊക്കെ ചെയ്തിട്ടാണ് നെയിൽസൊക്കെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം നല്ല ലോങ് നെയിൽസാണ് ഫിറ്റ് ചെയ്ത്, പിന്നെ അവരത് കട്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള സൈസിലും ഷേപ്പിലൊക്കെ ആക്കും. പിന്നെ അങ്ങനെ അതൊക്കെ കുറേ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് അവർ ഈ നെയിൽസൊക്കെ ഫിറ്റ് ചെയ്യണത്. അങ്ങനെ നെയിൽസൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക്കായിരുന്നു ഷെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ ഷെയ്ഡൊക്കെ ചൂസ് ചെയ്തു. പിന്നെ അവസാനം ഞാൻ എൻ്റെ ലെഹങ്കയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഷെയ്ഡ് ചൂസ് ചെയ്തു. അങ്ങനെ പിന്നെ അവർ ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, അങ്ങനെ ജെൽ പോളിഷ് ഒക്കെ അടിച്ച് അവർ നെയിൽസൊക്കെ ചെയ്യായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് റിയലി എ ഗുഡ് തിങ്. ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സിങ് ആയിരുന്നു. ആൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദിവ്യ ചേച്ചിയും വന്നു. അങ്ങനെ ഇറ്റ് വെൻറ്റ് ഓൺ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ നെയിൽസ് ചെയ്തു. സോ ഞാൻ ആക്ച്വലി എൻ്റെ ലെഹങ്കയുടെ ഒരു കോൺട്രാസ്റ്റ് കളറാണ് എടുത്തത്. കൈൻഡ് ഓഫ് ഒരു എന്ത് ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല. ഹീ ഡിഡ് മൈ നെയിൽസ് ഫോർ മീ. ഷോ സേ ഹായ്. And we are done. Okay. Thank you. You're welcome. അങ്ങനെ നമ്മൾ നെയിൽസൊക്കെ ചെയ്ത് രാത്രി തിരിച്ച് എയർബിഎൻബിയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഹ്യൂസ്റ്റണിലേക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ടായി ഫെബിൻ്റെ കല്യാണത്തിന് വേണ്ടി. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിയുടെ 80th ബർത്ത്ഡേ ആയിരുന്നു കല്യാണത്തിനൊരു 1 week ബിഫോർ. പക്ഷെ അന്ന് ആൻറ്റി സെലിബ്രേറ്റ് ചെയ്തില്ല. അപ്പോൾ വി തോട്ട് ഓഫ് ഗിവിങ് ഹെർ എ സ്മോൾ സർപ്രൈസ്. അപ്പം അങ്ങനെ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും എല്ലാവരും ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. വി ഹാഡ് എ റിയലി ഗുഡ് ഗ്യാദറിങ്. അങ്ങനെ വി സ്പെൻഡ് എ റിയലി ഗുഡ് ടൈം. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 10:30 ആയപ്പോഴാണ് നമ്മളുടെ ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ഫെബിൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ളത്. നമ്മൾ ഓൺലൈനിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്, കാരണം നമ്മളെല്ലാവരും പല പല സ്ഥലത്തായതുകൊണ്ട്. ആൻഡ് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ പ്രാക്ടീസ് ഫസ്റ്റ് ടൈം ഒരുമിച്ച് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഫൺ. കാരണം ഒരാൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഒരാൾ റൈറ്റിലേക്ക് പോയി. ബട്ട് സംഹൗ വി മാനേജ് ടു ഡു ദിസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.